കവി സച്ചിദാനന്ദൻ മാഷിനെ പോലെ ഇടതുപക്ഷത്തെക്കുറിച്ച്, അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷത്തെക്കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടുന്ന, അതിൻ്റെ രാഷ്ട്രീയം ദുർബലപ്പെടുമെന്ന് എവിടെയോ ആശങ്കപ്പെടുന്ന അദ്ദേഹത്തെ പോലെയുള്ള ആദരണീയരായ വ്യക്തിത്വങ്ങൾക്കുള്ള മറുപടിയായി കൂടി കാണാവുന്നതാണ്. ഞാനത് പറയുന്നത് ഈ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തിയെ സംബന്ധിച്ച് സംശയിക്കുന്ന എല്ലാവർക്കുമുള്ള കാര്യമാണ്. കാരണം ബംഗാളിൽ ഇടതുപക്ഷം പോയി, മഹാശ്വേതാ ദേവിയെ പോലെയുള്ള ആളുകളൊക്കെ ആദ്യം ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെ പറഞ്ഞിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ ആളുകളെ സംബന്ധിച്ച് വ്യക്തിപരമായ അഴിമതിയൊന്നും ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഇത്രയും വർഷം പുറത്തായിട്ടും എനിക്ക് അവിടുത്തെ അറിയാം. വളരെ സിമ്പിൾ ലൈഫ് നടത്തുന്നവരാണ്. പിന്നെ പ്രായോഗികമായ ചിലപ്പോൾ എല്ലാ അനുഭവവും എല്ലായിടത്തും പ്രശ്നം ഉണ്ടാവും. ത്രിപുരയിൽ അത്ര പോലും ഇല്ല. പക്ഷേ ഇടതുപക്ഷം അധികാരത്തിൽ നിന്ന് പോയതിന് ശേഷം എന്താ, ബലാത്സംഗം ചെയ്യുന്ന ഒരു പെൺകുട്ടി, ചെയ്യപ്പെട്ടൊരു പെൺകുട്ടി, നീ പരാതി കൊടുത്താൽ നിനക്ക് ജീവൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഒരു സംഭവം എല്ലാവരോടും ചെന്നിട്ട് ആ പെൺകുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചു. ആ തൃണമൂൽ വന്ന ആദ്യ വർഷങ്ങളിലാണ്. കൃത്യമായിട്ട് ആ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ പരാതി കൊടുക്കാൻ പറഞ്ഞ ആളുകളൊക്കെ പിന്നെ ധൈര്യമൊക്കെ കൊടുത്തെങ്കിലും ഈ പെൺകുട്ടി പരാതി കൊടുത്തു. ആ പെൺകൊച്ചിൻ്റെ ശവശരീരം ചുട്ടുവന്നു പരസ്യമായിട്ട്. ഇത് കേരളത്തിൽ വന്ന് ഒരു യോഗത്തിൽ പറഞ്ഞ് അവിടുത്തെ ഒരു പൊതുപ്രവർത്തകർ കരഞ്ഞു. കൊല്ലത്ത് ആ സ്റ്റേജ് വെച്ച് കരഞ്ഞത് ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ പോയി ആ പെൺകുട്ടിയോട് പറഞ്ഞിട്ടും അമ്മയോട് പറഞ്ഞിട്ടുമാണല്ലോ അത് പരാതി കൊടുത്തത്. അവസാനം അതിനെ ചുട്ടുവന്നു. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് ഇടതുപക്ഷം മാറിയാൽ, അധികാരത്തിൽ നിന്ന് പോയാൽ പൊതുവിൽ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം നന്നാവുമെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകൾക്കുള്ള ഉദാഹരണം ബംഗാളും ത്രിപുരയാണ്. ഗൗരി ലങ്കേഷിനെ പച്ച ജീവനോടെ വെടിവെച്ച് കൊല്ലാനും തയ്യാറാവുന്ന ഇതേ നന്നാക്കുന്ന ജനാധിപത്യം നന്നാവുന്ന സ്ഥലങ്ങളിലാണ്. ഇടതുപക്ഷത്തിന് 100% മാർക്കൊന്നും ആർക്കും കൊടുക്കാൻ പറ്റില്ല. എല്ലാ സിസ്റ്റത്തിനും ഉള്ളതുപോലുള്ള പോരായ്മ ഉണ്ടാവും. 100% ശരിയാണല്ല എന്നില്ല. പക്ഷേ ചൈന എന്ന് പറയുന്നൊരു രാജ്യം, വിയറ്റ്നാം എന്ന് പറയുന്നൊരു രാജ്യം അവിടെ ഉള്ളതുകൊണ്ട് ലോകത്ത് ചെറിയ ചെറിയ ഗുണങ്ങളുണ്ട്. അല്ലെങ്കിൽ വെനിസ്വേലയിൽ പോയിട്ട്, ഞാൻ പറഞ്ഞ നമ്മുടെ ഗ്രാമത്തിലെ കാര്യം മാത്രം ചിന്തിച്ചാൽ പോരല്ലോ. സ്വതന്ത്രവും പരമാധികാരമുള്ള രാജ്യത്തെ പ്രസിഡന്റിനെയും അങ്ങേരുടെ ഭാര്യയെയും രാത്രി കിടന്നുറങ്ങുന്ന ആ കെട്ടിടത്തിൽ നിന്ന്, പ്രസിഡന്റിൻ്റെ പാലസിൽ നിന്ന് പൊക്കിയെടുത്ത് രാവിലെ ഉണർന്നപ്പോൾ അമേരിക്കയിലെ ജയിലിനകത്താണ്. ലോകം എങ്ങനെ മാറുന്നതെന്ന് നമ്മൾ കാണണം. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം കേവലം ഒരു സ്റ്റേറ്റിനകത്തെ രാഷ്ട്രീയം മാത്രമല്ല. ഇടതുപക്ഷം എന്ന് പറയുന്നൊരു ആശയമാണ്, ജനാധിപത്യത്തിനോടുള്ള ബോധമാണ്, പരസ്പര ബഹുമാനമാണ്. ആ സ്പേസ് നഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയം വളരെ മോശമായി ലോകത്ത് വരുന്നു. അത് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് ഞാനിങ്ങ് എടുക്കുക എന്ന്, ഇവിടെ തൃശ്ശൂർ എടുക്കുക എന്നൊരു BJP നേതാവ് പറഞ്ഞ പോലെ ഗ്രീൻലാൻഡ് ഞങ്ങൾക്ക് വേണം എന്ന് അതിങ്ങ് തന്നോണം, അല്ലെങ്കിൽ നാറ്റോയിൽ നിന്ന് ഇനിയൊക്കെ പൊക്കോണമെന്ന് പറയുന്ന തരത്തിലേക്ക് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറുടെ കാലത്തിനേക്കാളും മോശമായ തരത്തിലേക്ക് എത്തുകയാണ്. അവിടെയാണ് ഒരു ചെറിയ തുരുത്ത് പോലെ കേരളത്തിൽ എല്ലാവർക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലമുള്ളത്. ഇവിടെ ഇടതുപക്ഷം ശക്തമായില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഈ കേരളവും മോശമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴാണ് അന്ന് ഇത്രയും പിന്നെ തെരഞ്ഞെടുപ്പുകളുടെ കുറേ കാലത്തിന് ശേഷം ഇടതുപക്ഷം 87 ജയിക്കുന്ന ആ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് 5 പേരെയാണ് ഒരു ഓലമേഞ്ഞ പാർട്ടി ഓഫീസിൽ നിന്ന് അവർ ഇലക്ഷൻ്റെ കണക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പം അവിടുത്തെ കോൺഗ്രസ്സുകാർ ആ പാർട്ടി ഓഫീസ് കത്തിച്ച് ചുട്ടുവന്നത്. ഇടതുപക്ഷം ശക്തമായതിനു ശേഷമാണ് കേരളത്തിൽ കലാപങ്ങളില്ലാത്ത, രാഷ്ട്രീയ സംഘർഷം പോലും കുറഞ്ഞത്. കോൺഗ്രസിന് സ്വാധീനമുള്ള സ്ഥലത്ത് എവിടെ, ഏതൊക്കെ ജില്ലകളിലെടുത്തോ? BJP RSS വേണ്ട, തീവ്രവാദമായ മറ്റ് സംഘടനകൾ വേണ്ട. കോൺഗ്രസ് ഏറ്റവും മോശപ്പെട്ട രാഷ്ട്രീയം കളിക്കുന്ന സംഘടനയാണ്. ഈ നമ്മുടെ നാട്ടിലെ ബഹുമാനരായ സാംസ്കാരിക നായകന്മാർക്ക് ഉൾപ്പെടെ അറിയാം. മൊയ്യാർത്ത് ശങ്കരൻ എന്ന് പറയുന്ന അദ്ദേഹം സാംസ്കാരിക രംഗത്തെ കൂടി പ്രവർത്തകനാണ്. അദ്ദേഹത്തെ ചരിത്രം എഴുതിയ ആളാണ്, തച്ചുകൊന്ന ആളാണ് ഇവർ. അപ്പോൾ ഈ കുറുവടിപ്പടയായിട്ട് നടന്ന് ഇതെല്ലാം നടത്തി അങ്ങേയറ്റം ഇപ്പം നടത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഈ നുണപ്രചരണം മാത്രം നടത്തുന്നത്. നടത്താനുള്ള അവസരം കിട്ടിയാൽ ഇടതുപക്ഷത്തിൻ്റെ ചെറിയ ആശയം പറയുന്ന കവികളെയും സാംസ്കാരിക നായകന്മാരെയും വരെ ആക്രമിക്കുന്നതാണ് കോൺഗ്രസിൻ്റെ സംസ്കാരം. അപ്പോൾ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഒരു പാർട്ടിയല്ല, ഇറ്റ് ഈസ് എ കൾച്ചർ. ഇടതുപക്ഷം എന്ന് പറഞ്ഞൊരു സംസ്കാരമാണ്. ഇടതുപക്ഷം എന്ന് പറഞ്ഞൊരു പരസ്പരം ഉൾക്കൊള്ളുന്നതിൻ്റെ ബോധമാണ്. ലോകത്താകെ അതിനെ തകർക്കാൻ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഇവിടെ നിൽക്കുന്ന കാര്യം കൂടി പിന്നെ നന്നാക്കാൻ വേണ്ടി പറയുന്നത് അല്ല, ശരിയല്ല. അത്തരം കാര്യങ്ങളല്ല യഥാർത്ഥത്തിൽ. വളരെ ഗൗരവമായ പ്രശ്നമാണ് ഇടതുപക്ഷത്തിൻ്റെ എക്സിസ്റ്റൻസും അതിൻ്റെ സ്ട്രെങ്തനിങ്ങും. ഈ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഈ പറഞ്ഞ ഈ സാന്നിധ്യം, അതിൻ്റെ ഒരു അനിവാര്യതയെക്കുറിച്ച് പറയുമ്പോൾ ഈ സമീപകാലത്തെ ഒരു കാഴ്ച വലിയ തോതിൽ എല്ലാവരും ഏറ്റെടുത്തതാണ്. ആ ചിത്രത്തിലേക്ക്, ആ ദൃശ്യത്തിലേക്ക് ഒക്കെ മനുഷ്യൻ കണ്ണുപായിച്ച് ഇങ്ങനെ നിന്നു. ഞാൻ നോക്കുമ്പോൾ ആ വേദിയിൽ തൊട്ടപ്പുറത്തൊരാൾ വിസ്മയത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു. അത് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാലായിരുന്നു. ഞാൻ പറഞ്ഞത് ഏതാണ് എന്ന് അങ്ങേക്ക് മനസ്സിലായില്ല, ഓർമ്മയിലേക്ക് വന്നില്ലെങ്കിൽ ഡോക്ടർ ഫാറൂഖ് അബ്ദുള്ള മുഖ്യമന്ത്രിയുമായി കാണുന്ന ആ കാഴ്ചയിൽ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന ധനകാര്യമന്ത്രിയെ കൂടി ഞങ്ങൾ ആ കാഴ്ചയിലും ആ നോട്ടത്തിലും അത് ഒരു വികാരപരമായ ഒരു രംഗമായിരുന്നു. കാരണം ഫാറൂഖ് അബ്ദുള്ളയെ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരിക്കുമ്പം UPA ഗവൺമെൻറ്റിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു കുറച്ചു കാലം. അപ്പോൾ അവരുടെ പാർട്ടി തന്നെ അന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ 90-ാം വയസ്സിൽ
ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് അദ്ദേഹത്തിൻ്റെ ആ വിഗർ, ആ ഫൈറ്റിംഗ് വിഗർ, ഇത്രയും നല്ലൊരു നാടില്ല. അദ്ദേഹം പറയുകയാണ് യഥാർത്ഥത്തിൽ ഈ ഇസ്ലാമിക പിന്നെ ഇസ്ലാമിൻ്റെ പേരിൽ അക്രമം ഏറ്റുവാങ്ങുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ആരുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇന്ത്യക്കകത്ത് നിൽക്കാൻ കൃത്യമായ തീരുമാനമെടുത്തു, ഞങ്ങളിപ്പോഴും ഇന്ത്യയുടെ ഭാഗമാണ്, ഐ എം എ മുസ്ലിം, ഐ എം എ ഇന്ത്യൻ എന്ന് അദ്ദേഹം പറഞ്ഞവിടെ. പക്ഷേ ഞങ്ങളെ വല്ലാതെ അവമാനിക്കുന്നു എന്ന് പറയുന്ന കാര്യമെല്ലാം അദ്ദേഹം പറഞ്ഞിട്ട് പറഞ്ഞു. ഇവിടെ കേരളത്തിൽ ഫേക്കായിട്ടുള്ള പല പ്രചരണം നടത്തുന്നുണ്ടല്ലോ ഈ വർഗീയത ഉപയോഗിക്കാൻ. ഇപ്പം കേരളത്തിലെ ഒരാൾക്ക് പോലും, ഇവിടെ ജനിച്ചു വീണ ഒരാൾക്ക് പോലും പൗരത്വത്തിൻ്റെ പേരിൽ പുറത്തു പോകേണ്ടി വരില്ല എന്ന് തൻ്റെ ഇടത്തോടെ പ്രഖ്യാപിച്ച, നേറ്റിവിറ്റി കാർഡ് പാസ്സാക്കിയ, ബില്ല് പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. അത് മറ്റെവിടെയും നടത്തുമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇവിടെ ഒരാളും പോകേണ്ട കാര്യമില്ല. ഞാൻ അവിടെ സംസാരിച്ച് പറഞ്ഞു അയ്യപ്പനും വാവരും എത്രയോ പഴക്കമുള്ളൊരു കൺസെപ്റ്റാണ്. വാവരായതിൻ്റെ പേരിൽ കേരളക്കാരനല്ലാതാവും എന്ന് പറയുന്ന പോലെയാണല്ലോ ഈ പല സംസ്ഥാനത്ത് നടക്കുന്ന കാര്യം. അതെല്ലാം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു ഈ സ്റ്റേറ്റ് ഇത്തരം ഞങ്ങൾക്കെല്ലാം ഒരു പ്രതീക്ഷയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ കള്ളപ്രചരണം നടത്തുന്ന ആളുകളൊക്കെ മനസ്സിലാക്കണം. അദ്ദേഹത്തിന് മുറിഞ്ഞുപോയി, സംസാരിക്കാൻ പറ്റിയില്ല, അദ്ദേഹത്തിന് കണ്ണ് നിറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഏജിലൊരാൾ അങ്ങനെ ഞങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും കണ്ണ് നിറഞ്ഞു. കാരണം അദ്ദേഹത്തെ പറ്റി എത്രയോ വലിയ ഫറൂഖ് അബ്ദുള്ളയുടെ, അദ്ദേഹത്തിൻ്റെ ഷേഖ് അബ്ദുള്ളയുടെ സ്വാതന്ത്ര്യ സമര സ്ഥലത്ത് ഹരിസിംഗ് രാജാവിനെതിരെ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്ന സമയത്ത് നിന്ന കാര്യം ഉൾപ്പെടെ, വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ എടുത്ത നിലപാടിനെ പറ്റി എല്ലാം പറഞ്ഞൊരു മനുഷ്യൻ. ഈ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു വലിയ പ്രതീക്ഷയാണെന്ന് വന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹം ആലിംഗനം ചെയ്തു എന്ന് പറയുന്നൊരു വളരെ വളരെ റിമാർക്കബിൾ, ജീവിതത്തിലെ ഏറ്റവും റിമാർക്കബിൾ ആയ ഒരു രംഗത്തിന് അടുത്ത സാക്ഷ്യം വഹിച്ചു.